ഹലോ, അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്തിപ്പോ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കണേന്നൊക്കെ ആയിരിക്കും. ഒരു ചേച്ചി ആരാണ് ആഗ്രഹിക്കാത്തത്? ഫുൾ ടൈം ഇരുന്നൊന്നുമല്ല കേട്ടോ. കുറച്ച് നേരം ഇരിക്കാം, പിന്നെ എഴുന്നേക്കാം, പിന്നെ ഇരിക്കാം, പിന്നെ എഴുന്നേക്കാം. സെയിം പോലെ തന്നെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തോട്ടോ. ഇനി ഒന്നും ഇഷ്ടപ്പെട്ടില്ല അത് പറയരുത്, എനിക്ക് സങ്കടം വരും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. നമ്മളുണ്ടല്ലോ ഒരാളുടെ വീട്ടിലോട്ടേക്ക് നമ്മൾ പോവാന്ന് വിചാരിക്കാം. നമ്മൾ ആ വീടിന് പടി എടുത്ത് വെക്കുന്ന നിമിഷങ്ങൾ മുതൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കും, അല്ലെ? മറ്റ് ശില്പ മറ്റ് സിനിമയില്ല, സിനിമയിലെ പോലെ സൂക്ഷ്മദർശിനിയൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഇച്ചിരി ഒബ്സർവേഷൻ പവർ ഭയങ്കര കൂടുതലാണ്. അത്ര നല്ല സ്വഭാവമാണെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ എന്തൊക്കെയാണോ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണേ, അതും ചിലപ്പോൾ അതിന്റെ ഇരട്ടി കാര്യങ്ങൾ ഈ പറയുന്ന പോലെ മറ്റാൾക്കാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അപ്പോ അതാണ് ഈ വീഡിയോ. ഇതിപ്പോ ഇത്ര ഭീകരമായിട്ടുള്ള സംഭവം ഒന്നും ഇതിലില്ല. ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. കാരണം ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എന്നാലും ഒരു റിമൈൻഡർ, ഈ പറയുന്നത് പോലെ മറവി മനുഷ്യന്മാർക്ക് സ്വാഭാവികമാണല്ലോ. ഇതൊന്നുമില്ല, ചുമ്മാ ഞാൻ നിങ്ങൾ കേട്ടു നോക്ക്. അപ്പോ സിമ്പിൾ. നമ്മുടെ വീട്ടിലോട്ടേക്ക് ഒരാൾ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവര് വരുമ്പോൾ ശ്രദ്ധിക്കണം. സിമ്പിൾ. തുടങ്ങാം. നമ്മളൊരു വീട്ടിലോട്ടേക്ക് കയറി ചെന്നു. വീട്ടിലോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, ആ നമുക്ക് പടി ഉണ്ടായിരിക്കുമല്ലോ, ആ പടിയിൽ തന്നെ ഫുൾ ചെരുപ്പ്, ചെളി, വെള്ളം, കടകൂണ സാധനങ്ങൾ, ഇതൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ? ഓ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇംപ്രഷൻ പോയില്ലേ? അപ്പൊ നമ്മുടെ വീട് ഇതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർക്കും സെയിം പോലെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പൊ എപ്പോഴും നമ്മുടെ ജാപ്പനീസുകാരുടെ നമ്മൾ പറയാറില്ലേ, എൻട്രൻസ് ഏരിയ നല്ല അടിപൊളിയായിട്ട് വെക്കുക. സീരിയസ്ലി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞങ്ങളുടെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ ഭയങ്കര കുഞ്ഞു സ്പേസ് ആണ്. നമ്മുടെ 1 BHK അല്ല, 2 BHK അല്ല, നാട്ടിലെ പോലത്തെ വലിയ വീടൊന്നല്ല, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ പരിമിതികളും അതിലുണ്ട്. പ്രത്യേകിച്ചും എൻട്രൻസ് ഏരിയ എന്ന് വെച്ചാൽ കുടുക്കാണ്. നമ്മുടെ നാട്ടിലേക്ക് കുടുക്ക് വഴി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഭയങ്കര കുട്ടി സ്പേസ് ആണ്. ഷൂറാക്കുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞു, ഷൂറാക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും 1-2 ചെരുപ്പുകൾ മാത്രം നമ്മൾ വെളിയിൽ വെക്കാന്നുള്ളത്. ഇവിടെയും അത് പറ്റില്ല. നമുക്ക് വെക്കാൻ സ്ഥലമില്ല. നിങ്ങൾ പറയൂ കേസ് വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ കയറി വരുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല വൃത്തിയും വെടുപ്പായിട്ട് വെക്കുക. ഈ ഗസ്റ്റ് വരുന്നത് മാത്രമല്ല, നമ്മൾ ഈ പൊതുവെ നമ്മുടെ ഈ പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ, മറ്റേ ലക്ഷ്മി ദേവി, ഭാഗ്യദേവി, ഇവരൊക്കെ വരുമ്പോ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവർക്കും ഉണ്ടായിരിക്കുമല്ലോ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള സംഗതി. അതുകൊണ്ട് ഈ പ്രത്യേകിച്ചും ഇനിയിപ്പോ നമ്മുടെ മഴക്കാലമൊക്കെ അല്ലേ വരാൻ പോണേ. എന്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു കാർപ്പൂച്ച് നമുക്ക് സൈഡിലായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഷീഡ് ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ വലുപ്പത്തിലാക്കണമായിരുന്നു. അതുകൊണ്ട് ഈ മഴ പെയ്തു കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഈ വെള്ളം കയറിയിട്ട് ചെരുപ്പിട്ട് ചവിട്ടി അവിടെ അലമ്പാവും. അപ്പൊ നമ്മൾ സീരിയസ്ലി നമ്മൾ എപ്പോഴും മിനിറ്റിന് നമ്മൾ പോകണം. എന്റെ അപ്പനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ ഇറങ്ങി പോയിട്ട് കയറുന്ന ഒരു അസുഖമുണ്ട്. അപ്പൊ എപ്പോഴും അവിടെ ചെളിയായിരിക്കും. അതുപോലെ എപ്പോഴും ഇതേപോലെ തന്നെ പോയി ക്ലീൻ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെരുപ്പിന്റെ പാട്. അപ്പോ നമുക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ ഒന്നും തോന്നൂല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ബോറാ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാട്ടോ, മഴക്കാലമാണ് വരുന്നത്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, അത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഷോക്കേസ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ. എന്റെ പൊന്നോ, പണ്ടത്തെ ചിലപ്പോഴൊക്കെ കുഞ്ഞിലെ മുതലുള്ള ഫോട്ടോ, എല്ലാവരുടെ 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കിടയിൽ മറ്റു ട്രോഫി കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കലാകേന്ദ്രമായിരിക്കും നമ്മളുടെ ഷോക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ആണ്ടിലും സംക്രാന്തിക്കൊക്കെ ആയിരിക്കും നമ്മൾ വൃത്തിയാക്കുക. ഈ ഷോക്കേസിൽ ഇങ്ങനെ ഓരോരോ പണ്ടത്തെ ഫോട്ടോകൾ ഇരിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ട്രോഫീസ് ഒക്കെ ഇരിക്കും. ഈ വരണ ആൾക്കാർക്ക് ഒരു ത്വരയുണ്ട്. ഇത് ആരാധന നീയല്ലേ? ചെറുതായിരുന്നപ്പോൾ ഫോട്ടോ, ഇത് നിനക്ക് കിട്ടിയതാണോ? ഇത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നമ്മുടെ ഫോട്ടോസ് ഒക്കെ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ത്വരയുണ്ടായിരിക്കും. അത് നമുക്ക് അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ പോണ സമയത്ത് ആരുടെയെങ്കിലും ഫോട്ടോ ഇങ്ങനെ ഫ്രീ പോലെ മെയിലെ കാണാൻ പറ്റില്ലേ, അങ്ങനെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പോയി നോക്കും. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി ഉണ്ടായിരിക്കും. സോ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഒന്നും ഞാൻ പറയൂല. ഇനിയിപ്പൊ ഈ ഗസ്റ്റ് വരണ്ടെന്ന് ഇപ്പൊ നേരത്തെ അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഷോക്കേസ് വൃത്തിയാക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കുറെ നാള് നമ്മൾ അതിൽ അടച്ചിട്ടിരിക്കുമ്പോൾ അതിൽ പൊടി ഉണ്ടായിരിക്കും. അതിനുള്ളിൽ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഫോട്ടോയും കലാപരമായി കിട്ടിയ കഴിവുകൾക്കുള്ള അവാർഡുകളും അതിനുള്ളിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും.
വേറൊരു സാധനം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോ എനിക്ക് കിട്ടി. ഫാൻ. ഇവിടെ ഫാനില്ല, ഞാൻ വെറുതെ മൂലി കാണിച്ചതാ. നമ്മൾ ഫാൻ ഈ പറയണ പോലെ ഉണ്ടല്ലോ, എപ്പോഴും ക്ലീൻ ആക്കാറില്ല. എന്റെ വീട്ടിലൊക്കെ വെള്ളയല്ല, ക്രീം കളർ ഫാനാണ്. അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടാവാറുണ്ട് ഇടയ്ക്കൊക്കെ. നമ്മൾ വിചാരിക്കും, ഞാനൊക്കെ വിചാരിച്ച സംഗതികളാട്ടോ ഇതൊക്കെ എന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നും ചീന്തിയെടുത്ത സംഗതികളാണ്. അതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ സംസാരിക്കണേ. നമ്മൾ വിചാരിക്കും ബാക്കി എല്ലാ സംഭവങ്ങളും ക്ലീൻ ചെയ്തു, ഭരണ ആള് വരുമ്പോൾ നമ്മൾ ഫാൻ ഇടുമല്ലോ, അപ്പൊ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണൂല. അവര് പോണ വരെ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് അവര് വന്ന് പോണ വരെ നമ്മുടെ ഫാൻ ഓൺ ആയിരിക്കും. ഗതികേടിന് അവര് വന്നിരിക്കുമ്പോ കറണ്ട് അങ്ങോട്ട് പോണം. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കറണ്ട് പോയി. അപ്പൊ കറണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ചൂടെടുക്കണ്, കറണ്ട് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അവര് നോക്കുന്നത് ഫാനിലോട്ടേക്കായിരിക്കും. ഇത്ര നേരം നല്ല സ്പീഡില് 5 സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ കറണ്ട് പോകുമ്പോ 4, 3, 2, 1, 0 തീർന്ന്. അപ്പൊ കറക്റ്റ് അവർക്ക് അറിയാൻ പറ്റും, ആ പൊടി, ഓ എന്റെ പൊന്നെ ഇത്രയും പൊടിയുണ്ടോ, ഇതൊക്കെ ഇവർക്കൊന്ന് തൂത്തൂടെ. അവരാലോചിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് അവരൊക്കെ വരണുണ്ടെന്ന് പറയുമ്പോ ഇല്ലേ, നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്നെ പോലെ കുരുട്ടുബുദ്ധിയിലൊന്നും ചിന്തിക്കാതെ ആ ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കിയേ. നെക്സ്റ്റ്, മണം പിടിക്കാനുണ്ടല്ലോ ഞാൻ ഭയങ്കര സൂപ്പറാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കേണ്ട സമയത്തുണ്ടല്ലോ, നമ്മള് സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പോ ഗേറ്റിന്റെ അവിടെ നിന്ന് മണത്ത് ഞാൻ കണ്ടുപിടിക്കും. മമ്മി ഇതല്ലേ ഇന്നത്തെ പലഹാരം, അത് കറക്റ്റ് ആയിരിക്കും, ഒരു തവണ പോലും തെറ്റിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്മെല്ല്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു, നമ്മൾ കുക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സീരിയസ്ലി നമുക്ക് നമ്മുടെ റൂമിലൊക്കെ ഒരു സ്മെല്ല് ഉണ്ടായിരിക്കും. കാരണം നമ്മൾക്ക് കിച്ചൺ വേറെയല്ല, ഒക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ചുമര് വെച്ചിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഉള്ളില് കുറെ നേരം 24 മണിക്കൂറാണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലാവൂല ഇതിനുള്ളിൽ എന്ത് പൊട്ടമണോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഒരു ഓഫിന്റെ ദിവസം നമ്മൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പുറത്തു പോയിട്ട് നമ്മൾ തിരിച്ചു വരൂലേ, അപ്പൊ നമ്മൾ ഡോറ് തുറക്കുമ്പോഴാണ് നമ്മുടെ വീട്ടില് സുഗന്ധമാണോ നാറ്റമാണോ എന്ന് മനസ്സിലാക്കുക. കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല മണം നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ചന്ദനത്തിരി, സെന്റഡ് കാൻഡിൽസ്, റൂം സ്പ്രേ, ഇതൊക്കെ നമ്മൾ വെക്കാം. നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ നല്ല സ്മെല്ലാണ്, പൊട്ട സ്മെല്ലൊന്നും ഇല്ല എന്നുള്ളത്. പ്രത്യേകിച്ചും എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇത്ര പ്രശ്നം വരില്ല. നമ്മുടെ അടുക്കളയൊക്കെ കുറച്ച് മാറിയിട്ടാണ്. ഇവിടെ എത്രയൊക്കെ എക്സോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ കുക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു മണം ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ജനലൊക്കെ തുറന്നിടും എന്നാൽ പോലും. അപ്പൊ ഈ പറയണ പോലെ നമ്മുടെ വീട്ടിൽ എന്ത് സ്മെല്ലാന്നുള്ളത് ആ വീട്ടിൽ കുറെ നേരം ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ല. പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾ കയറി വരുമ്പോ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ വിരുന്നുകാർ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഉടനെ തന്നെ ഓടിച്ചാടിപ്പോയി കുറച്ച് സ്പ്രേ അടിച്ചോ, റൂം സ്പ്രേ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി സ്പ്രേ അടിച്ചോ, ആരറിയാൻ പോകുന്നതിരി അല്ലെങ്കിൽ സെന്റഡ് കാൻഡിൽസ് ഒക്കെ വെച്ച് നമ്മുടെ വീടൊക്കെ അങ്ങട് പുഷ്പിക്കുക. പിന്നെ ഞാൻ ഈ ഇരിക്കുന്ന സോഫ. ആ സോഫ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും പുതിയ പുതിയ സോഫയൊന്നും ആയിരിക്കുമൊന്നുമില്ല. കുറേ നാളെത്തിയിട്ടുള്ള സോഫയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറേ നാളെത്തി കഴിയുമ്പോൾ അതിന്റെ ഇവിടുത്തെ കളറുകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് ഈ ഈ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ വീട് സെറ്റ് നല്ല അടിപൊളിയായിട്ട് വെക്കണമെന്ന് പറയുമ്പോൾ പുതിയതായിട്ടുള്ള ഐറ്റംസ് വെക്കുക, കീറലും പറച്ചിലും ഇല്ലാത്ത സാധനങ്ങൾ വെക്കുക എന്നുള്ളതൊന്നുമല്ല. പക്ഷെ ഇപ്പൊ നമ്മളുടെ കാരണം ഒരാൾ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതിലിപ്പോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഭക്ഷണം കഴിച്ച് വന്നിരുന്നിട്ട് അവിടെ മൊത്തത്തിലൊക്കെ ആക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴെപ്പോഴും പോയിട്ട് നമുക്ക് സോഫ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ അതിന് പറ്റുന്ന ഒരു കവറുകളൊക്കെ മേടിച്ചിട്ട് അതൊക്കെ സെറ്റ് ആക്കാം. ഈ കവറുകൾക്ക് ഇപ്പൊ അത്ര വലിയ പൈസയൊന്നുമല്ല. നമ്മള് അല്ലാതെ മേടിക്കാതെ ഒരു തുണി എടുത്താലും നമുക്ക് തയ്ക്കാനൊക്കെ ആയിട്ട് ഈസിയാക്കി പറ്റുന്ന സംഭവമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കസേരയൊക്കെ ഇല്ലേ, ഇപ്പൊ ചില വീടുകളിൽ മരത്തിന്റെ ഒക്കെ കസേരയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മരത്തിന്റെ കസേര എന്ന് മാത്രമല്ല, നമ്മുടെ സാധാ കസേരയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ തറയൊക്കെ തൂക്കുന്നത് പോലെ ഇതൊന്നും തൂക്കില്ല അല്ലേ. അപ്പൊ ചിലപ്പോൾ അതിന്റെ വിടവില് എനിക്ക് എന്റെ വീട്ടിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മരത്തിന്റെ ഇങ്ങനത്തെ ഒരു സോഫയുണ്ട്. അപ്പൊ അതിന്റെ ഇങ്ങനെ വിടവിലൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു പൂവിന്റെ ഒക്കെ കൊത്തുപണികൾ ഉള്ളതായിരുന്നു. അപ്പൊ ചിലപ്പോ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. ആ കൊത്തുപണികൾക്കിടെ ഇടയിലൊക്കെ ഇല്ലേ
ഈ മാറാലേക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ വന്ന് ഒരു ഗസ്റ്റ് ഇങ്ങനെ വന്ന് ഇരിക്കുവാണ്. അപ്പൊ അവരിങ്ങനെ കൈയൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോ ഇങ്ങനെ നോക്കുമ്പോ അവര് കാണും. അല്ലേ? നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം ഇതൊക്കെ എപ്പഴും തൂക്കാന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മള് ഈ പൊടി തട്ടുന്ന ആ ഒരു കുഞ്ഞു കോലുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മള് ഡെയിലി തൂക്കുന്ന സമയത്ത് ഒരു 2 കൊട്ട് നമ്മള് ഡെയിലി കൊട്ടിയാ മതി. അവിടെ പൂപ്പലും പൊടിയൊന്നും വരൂല. അപ്പൊ ഇത് നിങ്ങള് ശ്രദ്ധിക്കാട്ടോ. ഇത് ചില സമയങ്ങളിൽ നമ്മള് മറന്നു പോകുന്നതാണ്. ഞാനൊക്കെ മറന്നു പോവാറുണ്ട്. ഗസ്റ്റ് വരണംന്ന് പറയുമ്പോ നമ്മള് പെട്ടെന്ന് കാണുന്ന ഒരു മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ കാണുന്ന കുറച്ച് സ്പോർട്സ് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക, ഓ അവർ ഇതൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കണുള്ളൂ. അതല്ല മക്കളെ, അവർ ഇതുപോലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ സെറ്റി, സോഫ, കസേര, പിന്നെ നമ്മുടെ ടേബിളിന്റെ അടി, ഇതൊക്കെ നിങ്ങൾ പോയി നോക്കുക. അവിടെയൊക്കെ മാറാലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോ. നമ്മ വിചാരിക്കും നമ്മ മാത്രമേ കാണുന്നുള്ളൂ, അവരാരും കാണുന്നില്ല. പക്ഷെ എല്ലാവരും കാണുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാത്ത നമ്മുടെ കോമൺ സ്പോട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോ കോമൺ സ്പോട്ട് ആയിരിക്കും. പക്ഷെ ചിലപ്പൊക്കെ നിങ്ങൾ വിട്ടുപോകണ്ടെങ്കിലും അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നാത്ത, എന്റെ മനസ്സിലോട്ടേക്ക് വരാത്ത ഹിഡൻ ആയിട്ടുള്ള ഇതുപോലെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും സ്പോർട്സ് അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടെങ്കിൽ പറയട്ടാ. യൂസ് ആക്കാലോ. എനിക്കല്ല, മറ്റുള്ളവർക്കും കമന്റിൽ ഒന്ന് ചെയ്യണം. പിന്നെ എന്താ, അപ്പൊ എല്ലാവരും ഇതുപോലത്തെ നമ്മൾ വിചാരിക്കാത്ത, അതായത് അവർ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത, പക്ഷെ അവർ കാണുന്ന ഇങ്ങനത്തെ ഏരിയാസ് ഒക്കെ വൃത്തിയാക്കി വെക്കുക. പിന്നെ ഇങ്ങനെയാണ്, അതായത് ഫുൾ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ അതിന്റെ ഷോട്ട് കാണിച്ചിട്ട് അങ്ങനത്തെ വീഡിയോ ആണോ, അതോ ഡെയിലി വ്ളോഗിന്റെ ഇടയിൽ കൂടെ ഞാൻ സംസാരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ രണ്ടും കൂടെ ഞാൻ ഇങ്ങനെ മാറി മാറി മറിച്ചൊക്കെ ഇടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.